സെറ്റ്സ് എന്ന ടോപ്പിക്കിന്റെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സബ്സെറ്റ് വരെയായിരുന്നു അല്ലേ? ബി എന്ന് പറയുന്ന ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് വേറെ സെറ്റിന്റെ സബ്സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ആ ചെറിയ സെറ്റിലെ എല്ലാ എലമെന്റുകളും വലിയ സെറ്റിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ചെറിയ സെറ്റ് വലിയ സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറയുന്നത് അല്ലെ? ഉദാഹരണത്തിന് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6, B equal to set 1 3 5, C equal to set 3 6, D equal to set 2 4 6 അല്ലേ? ഇവിടെ ബി എയുടെ സബ്സെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ബിയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുള്ള 1 എയിലെ ഒരു എലമെന്റ് ആണ് അല്ലെ? ബിയിലുള്ള 3 എയിലെ ഒരു എലമെന്റ് ആണ്. ബിയിലുള്ള 5 എയിലെ ഒരു എലമെന്റ് ആണ്. ബിയിലുള്ള എല്ലാ എലമെന്റുകളും എയിലുള്ളത് കൊണ്ട് ബി എയുടെ സബ്സെറ്റ് ആണ്. ബി സബ്സെറ്റ് ഓഫ് എ ആണ്. ശരിയല്ലേ? സിയോ, സിയിലുള്ള എല്ലാ എലമെന്റും സിയിലുള്ള 3 എയിലെ ഒരു എലമെന്റ് ആണ്. സിയിലുള്ള 6 എയിലെ ഒരു എലമെന്റ് ആണ്. അപ്പോൾ സിയും ഏതിന്റെ സബ്സെറ്റ് ആണ്? എയുടെ സബ്സെറ്റ് ആണ് അല്ലെ? ഡിയിലുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 2 4 6 ആണ്. ഡിയിലുള്ള 2 എയിലെ എലമെന്റ് അല്ല, 4 എയിലെ എലമെന്റ് ആണ്, 6 എയിലെ എലമെന്റ് ആണ്. അപ്പോൾ ഡി എന്തല്ല? എയുടെ സബ്സെറ്റ് അല്ല. ഡി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ഏതാണ്? എ ആണ് അല്ലെ? ഡി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ഡി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ശരിയല്ലേ? ഇതാണ് നമ്മൾ സബ്സെറ്റിന്റെ കാര്യം പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എ ആൻഡ് ബി ബി ടു സെറ്റ്സ് ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. എയും ബിയും രണ്ട് സെറ്റുകളാണ്. എ ബിയുടെ സബ്സെറ്റ് ആണ്, പക്ഷേ എ നോട്ട് ഈക്വൽ ടു ബി ആണ്. എ എന്തല്ല? ബി അല്ല. അങ്ങനെയാണെങ്കിൽ എയെ പറയുന്ന പേര് ബിയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാലേ, നമ്മളിപ്പോൾ എ ഈക്വൽ ടു സെറ്റ് 1 2 3 അല്ലെ? ഇതിന്റെ സബ്സെറ്റ് എഴുതുമ്പോ നമുക്ക് സെറ്റ് 1 ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 2 ഇതിന്റെ ഒരു സബ്സെറ്റ് അല്ലേ? സെറ്റ് 3 ഒരു സബ്സെറ്റ് ആണ് അല്ലെ? അപ്പോൾ ഒരു എലമെന്റ് വരുന്ന സബ്സെറ്റുകളെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി രണ്ട് എലമെന്റുകളുള്ള സബ്സെറ്റുകൾ എഴുതിയാൽ സെറ്റ് 1 2 ഉണ്ട്, സെറ്റ് 1 3 ഉണ്ട്, സെറ്റ് 2 3 ഉണ്ട് അല്ലെ? പിന്നെയോ സെറ്റ് 1 2 3 ഉണ്ട് അല്ലെ? 5 ഉണ്ട്. ഇത്രയുമാണ് ഈ എയുടെ സബ്സെറ്റുകളായിട്ട് വരുന്നത്. എയുടെ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ സെറ്റ് 1 ഉണ്ട്, സെറ്റ് 2 ഉണ്ട്, സെറ്റ് 3 ഉണ്ട്, സെറ്റ് 1 2 ഉണ്ട്, സെറ്റ് 1 3 ഉണ്ട്, സെറ്റ് 2 3 ഉണ്ട്, സെറ്റ് 1 2 3 5 ഉണ്ട് അല്ലെ? സെറ്റ് 1 2 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഇതില് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആയിട്ട് നമ്മൾ ഏത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സെറ്റ് തന്നെ ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആയിട്ട് വരും. അതുപോലെ 5ഉം ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആയിട്ട് വരും അല്ലെ? അപ്പോൾ ആ സെറ്റ് തന്നെ 1 2 3 എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ അല്ലേ? അല്ലെ? ആ സെറ്റ് തന്നെ വരാതെ അതൊഴിച്ച് ബാക്കിയുള്ള സബ്സെറ്റുകളെ പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. ഒരു സെറ്റിന്റെ സബ്സെറ്റുകളില് ആ സെറ്റ് ഒഴികെയുള്ള, അതായത് അതിന് തുല്യമായിട്ട് വരുന്ന സെറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള സെറ്റുകളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം n ആണെങ്കിൽ, ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം 3 ആണെങ്കിൽ ആ സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2n ആണ്. ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം n ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 2n ആണ്. ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം n ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല 2n ആണ് അല്ലെ?
ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം n ആണെങ്കിൽ, ഉദാഹരണം നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് 1 2 3 4 ആണെങ്കിൽ, ആ സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല 2n ആണ്. അപ്പോൾ ഇവിടെ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലെ. അപ്പോൾ ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം n ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല 2n ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് 2 16 ആണ് അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല. ഇനി നമ്മളിപ്പോ പറഞ്ഞല്ലോ പ്രോപ്പർ സബ്സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള സെറ്റ് ഒഴിച്ച് ബാക്കിയുള്ള സബ്സെറ്റുകൾ വരുന്നതിനല്ലേ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സെറ്റ് 1 2 3യുടെ പ്രോപ്പർ സബ്സെറ്റുകൾ നമ്മൾ പറഞ്ഞു. സെറ്റ് 1 2 3യുടെ സബ്സെറ്റുകൾ പറഞ്ഞപ്പോൾ നമ്മൾ സെറ്റ് 1 പറഞ്ഞു, സെറ്റ് 2 പറഞ്ഞു, സെറ്റ് 3 പറഞ്ഞു, സെറ്റ് 1 2 പറഞ്ഞു, സെറ്റ് 2 3 പറഞ്ഞു അല്ലെ, സെറ്റ് 1 2 3 പറഞ്ഞു, 5 പറഞ്ഞു. ഇത്രയുമാണല്ലോ എയുടെ സബ്സെറ്റുകൾ. അതിലെ ഏതൊഴിച്ച് സെറ്റ് 1 2 3, സെറ്റ് 1 2 3 എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സെറ്റിന് ഈക്വൽ ആണ്. അതൊഴിച്ച് ബാക്കിയുള്ള സബ്സെറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം n ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല നമ്മൾ എന്താണെന്ന് പറഞ്ഞു? 2n ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെറ്റിൽ 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ 2 ആണ്. 16 സബ്സെറ്റുകളാണ് ഈ സെറ്റിനുള്ളത്. ക്ലിയർ ആണോ? അതേസമയം ഇതിന്റെ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണമാണെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് കുറയും. സബ്സെറ്റുകളുടെ എണ്ണമാണെങ്കിൽ 2n ആണ്, 2 ആണ്, 16 ആണ്. പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണമാണെങ്കിൽ 2n നിന്ന് ആ സെറ്റ് കുറയ്ക്കുമ്പോൾ 2n -1 ആണ് പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം. ക്ലിയർ ആണോ? ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം 2n ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2n നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2n -1 ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2n നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2n -1 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം n ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാനുള്ള ഫോർമുല 2n നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് കാണാനുള്ള ഫോർമുല 2n -1 ആണ് അല്ലെ. ഉദാഹരണത്തിന് നമ്മുടെ ഈ സെറ്റില് എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ സെറ്റിന്റെ സബ്സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്, 16 ആണ്. അതേസമയം നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും, 16 -1 ആയിരിക്കും. എത്രയായിരിക്കും? 15 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല എന്താണെന്ന് ക്ലിയർ ആണല്ലോ? 2n -1 ആണ് അല്ലെ. ഇനി വേറെ കാര്യം കൂടെ നമുക്ക് അതിൽ പറയുന്നത്, ഒരു സെറ്റില് നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ഒരു സെറ്റില് ഒരു എലമെന്റ് ഉള്ളെങ്കിൽ, ഇഫ് എ സെറ്റ് ഹാസ് ഓൺലി 1 എലമെന്റ് വി കോൾ ഇറ്റ് എ സിംഗിൾട്ടൺ സെറ്റ്. ഒരു സെറ്റിൽ ഒരു എലമെന്റ് ഉള്ളെങ്കിൽ നമ്മൾ ആ സെറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് അല്ലെ. ഒരു സെറ്റിൽ ഒരു എലമെന്റ് ഉള്ളെങ്കിൽ നമ്മൾ ആ സെറ്റിനെ വിളിക്കുന്ന പേര് സിംഗിൾട്ടൺ സെറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല 2n പറഞ്ഞു അല്ലെ. പിന്നെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു അല്ലെ. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ 2n -1 ആണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് കാണാനുള്ള ഫോർമുല. ആ സെറ്റ് ഒഴിച്ച് ബാക്കിയുള്ള സബ്സെറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. സിംഗിൾട്ടൺ സെറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. യൂണിവേഴ്സൽ സെറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയുന്നില്ല. യൂഷ്വലി ഇൻ എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് we have to deal with the elements and subsets of a basic set which is relevant to the particular context. For example, while studying the system of numbers, നമ്പറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പറുകൾ ഉണ്ട് അല്ലെ, അതിന്റെ സബ്സെറ്റുകൾ ഉണ്ട് അല്ലെ. നാച്ചുറൽ നമ്പറുകളുടെ സബ്സെറ്റ് ആയിട്ട് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് വരും, ഈവൻ നമ്പേഴ്സ് വരും, അങ്ങനെ വരും. അപ്പോ കുറെ സെറ്റുകള് സബ്സെറ്റായിട്ട് വരുന്ന ഒരു വലിയ സെറ്റിനെയാണ്
നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. കുറെ സെറ്റുകൾ സബ്സെറ്റ് ആയിട്ട് വരുന്ന ഒരു വലിയ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വേണ്ടേ എ ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര 10, ബി ഈക്വൽ ടു സെറ്റ് 2 4 6, സി ഈക്വൽ ടു സെറ്റ് 1 3 5, ഡി ഈക്വൽ ടു സെറ്റ് 5 10. അപ്പൊ ഇവരെ എല്ലാം ഉൾക്കൊള്ളുന്ന, ഈ പറഞ്ഞ എലമെന്റുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സെറ്റ് അല്ലേ ഈ എ എന്ന് പറയുന്നത്? അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് പറയാം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ സാധാരണ സൂചിപ്പിക്കാറുള്ളത് യു കൊണ്ടാണ്. യൂണിവേഴ്സൽ സെറ്റിനെ ഏതക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറ്? യു കൊണ്ടാണ് യൂണിവേഴ്സൽ സെറ്റിനെ സൂചിപ്പിക്കാറ്, അല്ലെ? അപ്പോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് പറയാം, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് പറയാം, സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഒക്കെ പറയാം. അപ്പൊ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ പറയാൻ കഴിയും. ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന പ്രൈം നമ്പേഴ്സിനെ, ഈവൻ നമ്പേഴ്സിനെ, ഓഡ് നമ്പേഴ്സിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ നമ്പർ സിസ്റ്റമാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് പറയാം. അതുപോലെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ക്യാപിറ്റൽ ആർ, അല്ലെ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്, സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, ഇവരുടെ എല്ലാം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാവുന്ന ഒരു വലിയ സെറ്റാണ് ഏതെന്ന് പറയുന്നത്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സബ്സെറ്റുകളെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ബാക്കിയുള്ള സെറ്റിലെയൊക്കെ എലമെന്റ്സ് ഉൾക്കൊള്ളുന്ന ഒരു വലിയ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഏതക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്? ക്യാപിറ്റൽ യു കൊണ്ടാണ് സൂചിപ്പിക്കാറ്. അടുത്ത നമ്മൾ വെൻ ഡയഗ്രം ആണ്. അപ്പൊ ഈ വെൻ ഡയഗ്രം എന്ന് പറയുന്നത് ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുന്നതാണ്, സെറ്റിനെ അല്ലെങ്കിൽ ഡേറ്റയെ പിക്ചർ ആക്കി ചെയ്യുന്നതാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അതിന്റെ ഒരു മെത്തേഡാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോ ഒരു കോമൺ ലോജിക്കുള്ള ഒരാളിന് പോലും അത് നോക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഡയഗ്രങ്ങളുടെ പ്രത്യേകത. അപ്പൊ ഇവിടെ സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ സെറ്റ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ മീൻസ് ഓഫ് ഡയഗ്രാംസ് വിച്ച് ആർ നോൺ ആസ് വെൻ ഡയഗ്രാംസ്, അല്ലെ? അപ്പോൾ സെറ്റിലെ എലമെന്റ്സ് തമ്മിലുള്ള മിക്കവാറും റിലേഷൻസ് എല്ലാം നമുക്ക് ഏത് ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കാൻ കഴിയും? ഡയഗ്രാംസ് ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ കഴിയും. ആ ഡയഗ്രാംസിനെ പറയുന്ന പേരാണ് വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഇത് ജോൺ വെൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് വെൻ ഡയഗ്രാം, VENN ആണ് വെന്നിന്റെ സ്പെല്ലിംഗ്, VENN ആണ് വെൻ ഡയഗ്രാം എന്നുള്ള പേര് ഇതിന് വരുന്നത്, അല്ലെ? അപ്പൊ ഇതിൽ സാധാരണയായിട്ട് വെൻ ഡയഗ്രത്തിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾ ഷേപ്പിലും, യൂണിവേഴ്സൽ സെറ്റ് ആണെങ്കിൽ അതിനെ റെക്റ്റാങ്കിൾ ഷേപ്പിലും, ബാക്കിയുള്ള ഷേപ്പുകളെ നമ്മൾ എന്തായിട്ടാ ചെയ്യുന്നത്? കർവ്സും, സാധാരണയായിട്ട് സർക്കിൾസ് ആണ് ഉപയോഗിക്കാറ്. കർവുകൾ, സർക്കിൾസോ അല്ലെങ്കിൽ എലിപ്സോ അങ്ങനെയുള്ള കർവുകൾ ഉപയോഗിച്ചുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെൻ ഡയഗ്രത്തില് യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾ ഷേപ്പിലും ബാക്കിയുള്ള സെറ്റുകളെ കർവുകളായിട്ട് അല്ലെങ്കിൽ എന്തായിട്ടായിരിക്കും? സർക്കുലാർ ഷേപ്പിലുമായിരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പോൾ സെറ്റുകളെ ഡയഗ്രമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന, സെറ്റുകളുടെ ഓപ്പറേഷൻസിനെ ഡയഗ്രമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ റിലേഷൻസിനെ ഡയഗ്രമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വെൻ യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9 10. A equal to set 1 2 3 4 5. B equal to set 2 4 6 8 10. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പിക്ചറായിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്താൽ
വെൻ ഡയഗ്രം ആയിട്ട് നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്താൽ ഇതെന്റെ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ഏത് ഷേപ്പിലാണ് സൂചിപ്പിക്കുന്നത്? റെക്ടാംഗിൾ ഷേപ്പിലാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? ബാക്കിയുള്ള സെറ്റുകളെയോ സർക്കുലാർ ഷേപ്പിലാണ് സൂചിപ്പിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആണ്. 1 2 3 4 5 ആണ്. ബി ഈക്വൽ ടു സെറ്റ് 2 4 6 8 10 ആണ്. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഏതൊക്കെയുണ്ട്? 2 ഉണ്ട് രണ്ടിലും കോമൺ ആയിട്ട്. രണ്ടിലും കോമൺ ആയിട്ട് 4 ഉണ്ടല്ലോ. അപ്പോൾ ഈ 2നെയും 4നെയും നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത്, രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന സ്ഥലത്ത് അടയാളപ്പെടുത്താം. ബാക്കി ഇനി എയിലെ എലമെന്റ്സ് നോക്കുവാണെങ്കിൽ 1 2 3 4 5 ആണ്. അതിൽ 2 എഴുതി നമ്മൾ 1 2 3 എഴുതാനുണ്ട്, 5 എഴുതാനുണ്ട് അല്ലെ? ബിയിലെ എലമെന്റ്സ് നമ്മൾ പറയുവാണെങ്കിൽ 2 4 എഴുതി, ബാക്കിയുള്ള 6 8 10 നമ്മൾ ഇവിടെ എഴുതി അല്ലെ? ഇത് സെറ്റ് എ ആണ്, ഇത് സെറ്റ് ബി ആണ്. ഇനി നമുക്ക് യൂണിവേഴ്സൽ സെറ്റിൽ ഇത് കൂടാതെ വേറെ എലമെന്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ 10 കൂടാതെ പിന്നെ 11 12 13 ഇത്ര എലമെന്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത് രണ്ടിലും ആ എലമെന്റുകൾ വരുന്നില്ലല്ലോ. അപ്പോൾ ആ എലമെന്റുകളെ നമുക്ക് സർക്കിളിന് വെളിയിലായിട്ട് എന്നാൽ റെക്ടാംഗിളിനകത്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. 11 12 13 അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് എന്ത്? വെൻ ഡയഗ്രം എന്ന് പറയാം. സെറ്റിനെ പിക്ചറുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. സെറ്റുകളുടെ റിലേഷൻഷിപ്സ് പിക്ചർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? വെൻ ഡയഗ്രം എന്ന് പറയുന്നത് അല്ലെ? ഇൻ ദ ഫിഗർ U equal to set 1 2 3 etc 10 is the universal set of which A equal to set 2 4 6 8 10 is a subset. അപ്പോ അത് നമ്മൾ സൂചിപ്പിച്ചേക്കുന്നത് നോക്കാം. എ ഈക്വൽ ടു സെറ്റ്, അതാണ് മുകളിൽ നമ്മൾ കണ്ടത്. ഇനി അടുത്തത് ഇൻ ദ ഫിഗർ സെറ്റ് 1.3 യു ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര 10 ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ് ഓഫ് വിച്ച് എ ഈക്വൽ ടു സെറ്റ് 2 4 6 8 10 ബി ഈക്വൽ ടു സെറ്റ് 4 6 അല്ലെ? അപ്പോ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. നോക്കിയേ, ബിയിലെ എലമെന്റ്സ് ഏതൊക്കെയാ പറയുന്നത്? 4 6 അല്ലേ പറയുന്നേ? ബിയിലെ എലമെന്റ്സ് പറഞ്ഞേക്കുന്നത് 4 6 ആണ് അല്ലെ? ആ എലമെന്റ് രണ്ടും എയിലും ഉണ്ടല്ലോ, 4 6. അപ്പോ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് അല്ലേ? അപ്പോ നമ്മുടെ വെൻ ഡയഗ്രത്തിൽ നോക്കിയേ, ബി എന്ന് പറയുന്നത് എയുടെ ഉള്ളിലായിട്ടായിരിക്കുന്നേ. സെറ്റ് 4 6 അല്ലെ? ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ബി എയുടെ ഉള്ളിലായിട്ടായിരിക്കുന്നത്. എ ഏതാണ്? 2 4 6 8 10. ബി ഈക്വൽ ടു സെറ്റ് 4 6. ഇനി യുഒ സെറ്റ് 1 2 3 എക്സെട്ര 10 അല്ലേ? നമ്മൾ ഈ എഴുതിയതിലല്ലാത്ത ബാക്കിയുള്ള എലമെന്റുകളെ നമ്മൾ എന്തും ചെയ്തു? 1 2 ഇതിലുണ്ട്, 3 യുവിലെ ആയതുകൊണ്ട് എയിലും ബിയിലും ഇല്ലാത്തതുകൊണ്ട് അതിനെ വെളിയിൽ എഴുതിയിട്ടുണ്ട്. 4 5 6 7 8 9 10 അല്ലെ? എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റുകളെ, അതിന്റെ റിലേഷൻഷിപ്സിനെ നമുക്ക് ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ആ രീതിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വെൻ ഡയഗ്രം എന്ന് പറയുന്നത് അല്ലെ? ഇനി നമ്മൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ് പറയുന്നത്. സെറ്റിലെ ഓപ്പറേഷനുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് മാത്തമാറ്റിക്കലി നമുക്കുള്ള ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അഡിഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെ സെറ്റിലുള്ള ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന ഏതാണ്? യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ്. രണ്ട് സെറ്റുകളുടെ യൂണിയൻ ആണ്. അപ്പൊ എന്താണ് രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ? യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എയും ബിയും രണ്ട് സെറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ദ യൂണിയൻ ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ എലമെന്റ്സ് ഓഫ് എ ആൻഡ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ബി. എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുകളും ഉൾക്കൊള്ളുന്നതാണ്. അതായത് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ബി ഈക്വൽ ടു സെറ്റ് 2 4 6 8 10. അങ്ങനെയാണെങ്കിൽ
എയുടെയും ബിയുടെയും യൂണിയനെ നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പൽ ഏതാണ്ട് ഇവിടെ ഉണ്ട്. ദ സിമ്പൽ, ഈ ഒരു സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എയുടെയും ബിയുടെയും യൂണിയനെ നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കും, എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുകളെയും നമ്മൾ എഴുതി വെക്കും. 1 2 3 4 5 6 അല്ലെ. ഇനി രണ്ട് തവണ രണ്ടിലും വരുന്ന എലമെന്റുകൾ രണ്ട് തവണ നമ്മൾ എഴുതത്തില്ല, ഒരു തവണ എഴുതൂ. ബിയില് 2 ഉണ്ട്, എയിൽ നമ്മൾ 2 ഉണ്ടായിരുന്നതുകൊണ്ട് ഓൾറെഡി അത് എഴുതിയിട്ടുണ്ട്. 4 അവിടെ എഴുതിയിട്ടുണ്ട്, 6 എഴുതിയിട്ടുണ്ട് അല്ലെ. ഇനി എഴുതാത്ത എലമെന്റുകൾ ഏതൊക്കെയുള്ളൂ? 8ഉം 10വേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതാണ് രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത്. എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി എന്നാണ് നമ്മൾ ഇത് വായിക്കുന്നത്. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുകളെയും എഴുതി വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിനെ നമ്മൾ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്. ഇതെങ്ങനെ വായിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അപ്പോ എ യൂണിയൻ ബിയിലെ എലമെന്റ് ആകണമെങ്കിൽ ആ എലമെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ എയിലെ എലമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബിയിലെ എലമെന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അത് എ യൂണിയൻ ബിയിലെ എലമെന്റ് ആകുന്നത്. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിലുമുള്ള എല്ലാ എലമെന്റുകളെയും എഴുതി വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ യൂണിയൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഒരു വെൻ ഡയഗ്രം വരയ്ക്കുവാണെങ്കിലേ ഇതേണ്ടേ, ഇത് യൂണിവേഴ്സൽ സെറ്റ് അല്ലെ. ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോ എ യൂണിയൻ ബി എന്ന് പറയുമ്പോ എയിലും ബിയിലുമുള്ള എല്ലാ എലമെന്റുകളും ഉൾപ്പെടുമല്ലോ. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയും ബിയും ഫുള്ള് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഇത്രയും ഭാഗമാണ് എന്തെന്ന് സൂചിപ്പിക്കുന്നത്? എ യൂണിയൻ ബിയെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലെയും എല്ലാ എലമെന്റുകളെയും എഴുതി വെക്കുന്നതിനെയാണ് ആ സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? നോക്കാം നമുക്ക്. അതിന്റെ ഡെഫിനിഷനാ പറയുന്നത്, യൂണിയൻ ഓഫ് സെറ്റ്സ് ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു സെറ്റ്സ്. The union of A and B is the set which consists of all the elements of A and all the elements of B. അപ്പോൾ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറയുമ്പോൾ all the elements of A, എയിലെ എല്ലാ എലമെന്റുകളും, ആൻഡ് all the elements of B, ബിയിലെ എല്ലാ എലമെന്റുകളും ഉൾക്കൊള്ളുന്നതാണ്. The common elements being taken only once. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് എത്ര തവണ എടുക്കൂ? ഒരു തവണയെ എടുക്കും. അതിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ഏതാണ്? ഇതാണ് സിമ്പൽ അല്ലെ. സിംബോളിക്കലി വി റൈറ്റ് എ യൂണിയൻ ബി, ഇങ്ങനെയാണ് നമ്മളത് എഴുതാറ്. അതിനെ നമ്മൾ എങ്ങനെ വായിക്കും? എ യൂണിയൻ ബി എന്ന് വായിക്കും. ശരിയല്ലേ? അതിന്റെ ചോദ്യം നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 2 4 6 8 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 6 8 10 12. ഫൈൻഡ് എ യൂണിയൻ ബി. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റും എഴുതണം. എയിലെ എലമെന്റായ 2 4 6 8 എഴുതിയിട്ടുണ്ട്. ബിയിലെ എലമെന്റായ 6 8 10 12 എഴുതിയിട്ടുണ്ട് അല്ലെ. നോട്ട് ദാറ്റ് ദ കോമൺ എലമെന്റ് 6 and 8 ഹാവ് ബീൻ ടേക്കൺ ഓൺലി വൺസ് വൈൽ റൈറ്റിംഗ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എഴുതിയപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആയിട്ടുള്ള 6ഉം 8ഉം ഒരു തവണയെ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പോ അതിന്റെ വെൻ ഡയഗ്രമാണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചിരുന്നു. ഇതാണ് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ് അല്ലെ. ഇത് ഫുള്ള് ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻ ആണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതുപോലെ എ യൂണിയൻ ബിയുടെ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഇനി സെറ്റിന്റെ യൂണിയന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആണ്. രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുക്കുമ്പോൾ
എയുടെയും ബിയുടെയും കൂടെ യൂണിയൻ എടുത്താൽ കിട്ടുന്ന ആ സെയിം സെറ്റ് തന്നെ ആയിരിക്കും ബിയുടെയും എയുടെയും യൂണിയൻ എടുക്കുമ്പോഴും കിട്ടുന്നത്. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നതും ബി യൂണിയൻ എ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. രണ്ടാമത്തത് എ യൂണിയൻ ബി യൂണിയൻ സിയും എ യൂണിയൻ ബി യൂണിയൻ സിയും സെയിം ആയിരിക്കും. അതായത് 3 സെറ്റുകളുണ്ട്. ആദ്യം എയുടെയും ബിയുടെയും കൂടി യൂണിയൻ എടുക്കുന്നു. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറും ആ കിട്ടുന്ന സെറ്റും സിയുമായിട്ടുള്ള യൂണിയൻ എടുക്കുന്നു. അതും ആദ്യം ബിയുടെയും സിയുടെയും കൂടെ യൂണിയൻ എടുത്തിട്ട് ആ കിട്ടുന്ന ആൻസറും എയുമായിട്ടുള്ള യൂണിയൻ എടുക്കുന്നു. ഇത് രണ്ടും സെയിം ആയിരിക്കും. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേര് 3 വരുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേര് അസോസിയേറ്റീവ് ലോ എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എ യൂണിയൻ ബി എടുത്താലും ബി യൂണിയൻ എ എടുത്താലും സെയിം ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി 3 സെറ്റുകൾ ഉണ്ടെങ്കിൽ എയുടെയും ബിയുടെയും കൂടെ യൂണിയൻ എടുത്തിട്ട് അതും സിയുമായിട്ടുള്ള യൂണിയൻ എടുക്കുന്നതും ആദ്യം ബിയും സിയും കൂടെയുള്ള യൂണിയൻ എടുത്തിട്ട് അതും എയുമായിട്ടുള്ള യൂണിയൻ എടുക്കുന്നതും സെയിം ആയിരിക്കും. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേര് അസോസിയേറ്റീവ് ലോ എന്നാണ്. മൂന്നാമത്തത് എ യൂണിയൻ ഫൈ ഈക്വൽ ടു എ ആയിരിക്കും. എയും ഫൈയുമായിട്ടുള്ള യൂണിയൻ എടുത്താൽ എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. അതിനെ പറയുന്ന പേര് ലോ ഓഫ് ഐഡന്റിറ്റി എന്നാണ്. നാലാമത്തത് എ യൂണിയൻ എ ഈക്വൽ ടു എന്ത് തന്നെ? എ തന്നെ. എയുടെയും കൂടെ യൂണിയൻ എടുത്താൽ എ തന്നെ കിട്ടും. അഞ്ചാമത്തത് യു യൂണിയൻ എ, എയുടെയും യുവിന്റെയും കൂടി യൂണിയൻ എടുത്താൽ യൂണിവേഴ്സൽ സെറ്റും എയും കൂടിയുള്ള യൂണിയൻ എടുത്താൽ എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? യു തന്നെയായിരിക്കും. യൂണിവേഴ്സൽ സെറ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. അതാണ് സെറ്റിന്റെ അടുത്ത പ്രോപ്പർട്ടി. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാൽ ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് എ ഐ യു ഷോ ദാറ്റ് എ യൂണിയൻ ബി ഈക്വൽ ടു എ അല്ലെ. അപ്പോ എ ഈക്വൽ ടു എന്താ പറയുന്നത്? സെറ്റ് എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു. ബി ഈക്വൽ ടു എന്താ പറയുന്നത്? സെറ്റ് എ ഐ യു അല്ലെ. ബി ഈക്വൽ ടു സെറ്റ് എ ഐ യു ആണ്. അപ്പോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാം. ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ് അല്ലെ. ബിയിലുള്ള എല്ലാ എലമെന്റുകളും എയിലില്ലേ? എ എയിലുണ്ട്, ഐ എയിലുണ്ട്, യു എയിലുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. നമുക്ക് എ യൂണിയൻ ബി എഴുതിയാൽ എയിലോ ബിയിലോ ഉള്ള എല്ലാ എലമെന്റുകളെയും നമ്മൾ എ യൂണിയൻ ബിയിൽ എഴുതുമല്ലോ. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ സെറ്റ് എ ഇ ഐ ഒ യു അല്ലെ. ബിയിൽ എല്ലാ എലമെന്റും ഓൾറെഡി അത് വന്നു കഴിഞ്ഞു. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു എന്ന് കിട്ടി. അതെന്ന് പറയുന്നത് ഏത് തന്നെ? എ തന്നെയല്ലേ. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു എന്തെന്ന് തന്നെ കിട്ടി? എ എന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്താണ്? ബി എയുടെ സബ്സെറ്റ് ആയതുകൊണ്ടാണ്. ബി എയുടെ സബ്സെറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു സെറ്റിന്റെയും അതിന്റെ സബ്സെറ്റിന്റെയും കൂടി യൂണിയൻ എടുത്താൽ, ഒരു സെറ്റിന്റെയും ആ സെറ്റിന്റെ സബ്സെറ്റിന്റെയും കൂടി യൂണിയൻ എടുത്താൽ നമുക്ക് എപ്പോഴും ആ വലിയ സെറ്റ് ഏതാണോ അത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇവിടെ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ് അല്ലെ. ബി എയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എടുത്താൽ എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? വലിയ സെറ്റായ എ തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഒരു സെറ്റിന്റെയും അതിന്റെ സബ്സെറ്റിന്റെയും കൂടെ യൂണിയൻ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? വലിയ സെറ്റ് തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും. അപ്പോ ഒരു മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ, ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും കിട്ടുന്നത്. വലിയ സെറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത് അല്ലെ. ഇനി ചോദ്യം തിരിച്ചാ ചോദിക്കുന്നതെങ്കിലോ, എ സബ്സെറ്റ് ഓഫ് ബി, എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയുമ്പോൾ ഏതാ വലിയ സെറ്റ്? ബി ആ വലിയ സെറ്റ്. എ ബിയുടെ സബ്സെറ്റ് ആണ് അല്ലെ. ബി ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? ബി തന്നെ ആയിരിക്കും കിട്ടുന്നത്. ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ, എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അർത്ഥം
എ ചെറുതും എ ചെറിയ സെറ്റും ബി വലിയ സെറ്റും എന്നാണ് അല്ലെ. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ബി തന്നെ ആയിരിക്കും കിട്ടുന്നത്. ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു എന്ത് തന്നെയും ആയിരിക്കും, എ തന്നെയും ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണ്, ഇതൊരു മാർക്കിന് ചോദിക്കുന്നതാണ്. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു ബിയും, ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു എയു ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണോ? അടുത്തതിലോട്ട് പോകാം നമുക്ക്. ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സെറ്റ്സ്. ഒന്നാമത്തെ ഏതാ പറയുന്ന സെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് 1 3 5 അല്ലെ, y ഈക്വൽ ടു സെറ്റ് 1 2 3. എക്സ് ഈക്വൽ ടു സെറ്റ് 1 3 5 ആണ്, y ഈക്വൽ ടു സെറ്റ് 1 2 3 ആണ്. സബ്സെറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ, സോറി യൂണിയൻ സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സ് യൂണിയൻ y അല്ലെ ഈക്വൽ ടു സെറ്റ് എക്സിലെയും വൈയിലെ എല്ലാ എലമെന്റും എഴുതണ്ടേ. 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 5 എഴുതി അല്ലെ. അപ്പോൾ എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു സെറ്റ് 1 2 3 5. ശരിയാണോ? അടുത്ത നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ, ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു, ബി ഈക്വൽ ടു സെറ്റ് എ ബി സി. എ ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു, ബി ഈക്വൽ ടു സെറ്റ് എ ബി സി. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എ ബി സി ഇ ഐ ഒ യു അല്ലെ. ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? മൂന്നാമത്തത്, എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, പക്ഷേ 3യുടെ മൾട്ടിപ്പിളും ആയിരിക്കണം. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ബി എന്താ പറയുന്നത്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എക്സ് എന്ന് പറയുന്നത് 6നേക്കാൾ താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പറും ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് എലമെന്റ്സ് ഒന്ന് എഴുതി നോക്കാം. എ ഈക്വൽ ടു, മൂന്നാമത്തെ ആൻസർ ആണ്, സെറ്റ് നാച്ചുറൽ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 3 വരും, 6 വരും അല്ലെ, 9 വരും, 12 വരും, എക്സെട്ര. ഇതല്ലേ നാച്ചുറൽ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത്. അടുത്തതോ, നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറയുമ്പോഴോ ബി ഈക്വൽ ടു നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ 1 2 3 4 5 അല്ലേ വരുന്നത് അല്ലെ. ഇതിന്റെ യൂണിയൻ എടുത്താൽ എങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് 1 2 3 അല്ലെ, 4 5 6 9 12 എക്സെട്ര എന്നായിരിക്കത്തില്ലേ വരുന്നത് അല്ലെ. അപ്പോൾ ഇതായിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 9 12 എക്സെട്ര. ശരിയാണോ? അതായിരിക്കും ആ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താ പറയുന്നേ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 അല്ലെ. എക്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ്. അത് ഏതിനും ഇടയ്ക്കുള്ളതാ? 1നും 6നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ ആണ്. 1 ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. 1 ലെസ് ദാൻ എക്സ് എന്നല്ലേ ഉള്ളൂ. 1 അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലല്ലോ. അപ്പോൾ 1 ഉൾപ്പെടുന്നില്ല അല്ലെ. 1 ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിലല്ലേ 1 ഉൾപ്പെടൂ. അവിടെ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് 1 ഉൾപ്പെടുന്നില്ല. പിന്നോ 6 ഉൾപ്പെടുന്നുണ്ടോ? 6ന്റെ അവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് 6 ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോ നമുക്ക് അതിലെ എലമെന്റ്സ് എഴുതുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? എ ഈക്വൽ ടു 2 3 4 5 6 ശരിയല്ലേ. 1നും 6നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പറുകൾ 1 ഉൾപ്പെടുന്നില്ല, 6 ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോൾ 2 3 4 5 6. അടുത്തത് ബി ഈക്വൽ ടു ആണെങ്കിലോ സെറ്റ്
സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 അല്ലേ അല്ലെ എന്ന് പറയുമ്പോ അതും ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഏതിനും ഇടയ്ക്കുള്ള 6നും 10നും ഇടയ്ക്കുള്ള അല്ലെ 6നും 10നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പറുകൾ ഏതൊക്കെയാ? 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട് അല്ലെ. 6 ഉൾപ്പെടുന്നില്ല, 10 ഉൾപ്പെടുന്നില്ല. അപ്പോ ആൻസർ 7, 8, 9 അല്ലെ. ബി ഈക്വൽ ടു സെറ്റ് 7, 8, 9 ശരിയാണോ? ഇനി ഇതിന്റെ യൂണിയൻ എടുത്താൽ എന്തായിരിക്കും കിട്ടുന്നത്? എ യൂണിയൻ ബി ഈക്വൽ ടു ഇത് രണ്ടിലെയും എല്ലാ എലമെന്റുകളും എഴുതണ്ടേ. അപ്പോൾ എങ്ങനെ കിട്ടും? സെറ്റ് 2, 3, 4, 5, 6, 7, 8, 9 അല്ലെ. ഇതാണ് അവിടുത്തെ എ യൂണിയൻ ബി അല്ലെ. അപ്പൊ നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇതാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, ബി ഈക്വൽ ടു 5. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോ ഏത് തന്നെ കിട്ടും? എ തന്നെ കിട്ടത്തില്ലേ? എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, ബി ഈക്വൽ ടു 5. ബിയിൽ എലമെന്റ് ഒന്നും ഇല്ല. അപ്പോൾ എയുടെയും ബിയുടെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ എ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു അഞ്ചാമത്തെ ആൻസർ വരുന്നത് എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3 തന്നെയാണ്. ശരിയാണോ? അപ്പോൾ ഇതാണ് ഈ 4 ചോദ്യങ്ങളുടെ ഈ 5 ചോദ്യങ്ങളുടെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ എഴുതി നോക്കാം. ചെയ്ത ആൻസറുകൾ ശരിയാണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എ ബി, ബി ഈക്വൽ ടു സെറ്റ് എ ബി സി. ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, വാട്ട് ഈസ് എ യൂണിയൻ ബി അല്ലെ. എ എന്ന് പറയുന്നത് സെറ്റ് എ ബി ആണ്, ബി എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആണോ എന്നാണ് ചോദ്യം. അതുപോലെ എ യൂണിയൻ ബി എന്താണെന്നുമാണ് ചോദ്യം. എ ഈക്വൽ ടു സെറ്റ് എ ബി, ബി ഈക്വൽ ടു സെറ്റ് എ ബി സി അല്ലെ. അപ്പോ എ ബിയുടെ സബ്സെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ടോ എന്ന് നോക്കണം. എയിലുള്ള എ ബിയിലുണ്ട് അല്ലെ. എയിലുള്ള ബി ബിയിലുണ്ട്. അപ്പോൾ എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുള്ളത് കൊണ്ട് എ ബിയുടെ സബ്സെറ്റ് ആണ് അല്ലെ. എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ യൂണിയൻ ബി എന്നല്ലേ ചോദ്യം അല്ലെ. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? നമ്മൾ എന്താ പഠിച്ചേ? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ഏതാ വലിയ സെറ്റ്? ബി അല്ലേ വലിയ സെറ്റ്, എ ചെറിയ സെറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വലിയ സെറ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? ബി ആയിരിക്കും. ശരിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി, then what is A യൂണിയൻ ബി? ഇപ്പൊ ചെയ്തത് നമുക്ക് നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അത് കോമൺ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. എയും ബിയും രണ്ട് സെറ്റുകളാണ്, എ ബിയുടെ സബ്സെറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും എന്നാ ചോദ്യം. എയും ബിയും രണ്ട് സെറ്റുകളാണ്, എ ബിയുടെ സബ്സെറ്റുവാണെങ്കിൽ വലിയ സെറ്റ് ഏതാ? ബി അല്ലേ. അപ്പോൾ എ യൂണിയൻ ബി എന്തായിരിക്കും? ബി ആയിരിക്കും അല്ലെ. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു ബി എന്നുള്ള ഈ ഒരു ആൻസർ തന്നെ ആയിരിക്കും അവിടെയും വരുന്നത്. ക്ലിയർ ആണോ? എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി, then what is A യൂണിയൻ ബി എന്ന് ചോദിക്കുമ്പോൾ A യൂണിയൻ ബി ഈക്വൽ ടു എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If A equal to set 1, 2, 3, 4, B equal to set 3, 4, 5, 6, C equal to set 5, 6, 7, 8, and D equal to set 7, 8, 9, 10. Find A യൂണിയൻ ബി, A യൂണിയൻ സി, B യൂണിയൻ സി, B യൂണിയൻ ഡി, A യൂണിയൻ ബി യൂണിയൻ സി അല്ലെ. ഇതെല്ലാം കണ്ടുപിടിക്കണം. ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കിയുള്ള നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നാമത് പറയുന്നത് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 അല്ലെ. ബി ഈക്വൽ ടു സെറ്റ് 3, 4, 5, 6. ആദ്യത്തെ ചോദ്യം നമുക്ക് എ യൂണിയൻ ബി ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുകളും എഴുതണം അല്ലെ. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു
സെറ്റ് എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുകളും എഴുതുമ്പോ 1 2 3 4 5 6 അല്ലെ, ഇതാണ് എന്തെന്ന് പറയുന്നത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ എ യൂണിയൻ സി എഴുതാവല്ലോ, എയിലെയും സിയിലെയും എല്ലാ എലമെന്റുകളും വരണം. അതുപോലെ ബി യൂണിയൻ സി എഴുതാവല്ലോ, എങ്ങനെ എഴുതണ്ട, ബിയിലെയും സിയിലെയും എല്ലാ എലമെന്റുകളും. അതുപോലെ ബി യൂണിയൻ ഡി എന്ന് പറയുന്നത് ബിയിലെയും ഡിയിലെയും എല്ലാ എലമെന്റുകളും എഴുതണം. ശരിയല്ലേ? സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സി. ഇടയ്ക്ക് ബ്രാക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എയിലെയും ബിയിലെയും സിയിലെയും കോമൺ ആയിട്ടുള്ള എല്ലാ എലമെന്റുകളും എഴുതണം. എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എല്ലാ എലമെന്റുകളും എഴുതണം. അപ്പോൾ എയിലും ബിയിലും സിയിലും ഉള്ള എല്ലാ എലമെന്റുകളും, എയിലും ബിയിലും സിയിലും ഉള്ള എല്ലാ എലമെന്റുകളും, കോമൺ ആയിട്ടുള്ളതല്ല, എല്ലാ എലമെന്റുകളും എഴുതണം. അപ്പോൾ എയിലെ എലമെന്റ്സ് നമ്മൾ എഴുതിയാൽ 1 2 3 4 അല്ലെ. ബിയിലെ എലമെന്റ്സ് എഴുതിയാൽ 3 4 5 6. അതിൽ 3 4 നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി 5 6. ഇനി അടുത്തത് സിയിലെ എലമെന്റ് എഴുതുമ്പോൾ 5 6 കഴിഞ്ഞിട്ട് ബാക്കി ഏതൊക്കെ 7 8 അല്ലെ. അപ്പോൾ ഇതാണ് ഏതിന്റെ ആൻസർ? എ യൂണിയൻ ബി യൂണിയൻ സിയുടെ ആൻസർ. ശരിയല്ലേ? ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത നോക്കാം. എ യൂണിയൻ ബി യൂണിയൻ ഡി എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും ഡിയിലെയും എല്ലാ എലമെന്റുകളും എ യൂണിയൻ ബി യൂണിയൻ ഡിയിൽ വരത്തില്ലേ? എഴുതി നോക്ക്. അതുപോലെ ബി യൂണിയൻ സി യൂണിയൻ ഡി എന്ന് പറയുമ്പോൾ ബിയിലെയും സിയിലെയും ഡിയിലെയും എല്ലാ എലമെന്റുകളും ബി യൂണിയൻ സി യൂണിയൻ ഡിയിൽ വരണം. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ഡെഫിനിഷനിലോട്ട് നമ്മൾ പോകുവാണ്. അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് ആണ്. രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് യൂണിയൻ ആണ്, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർസെക്ഷൻ ആണ്. അപ്പോൾ ദ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. നേരത്തെ നമ്മൾ യൂണിയൻ എന്ന് പറഞ്ഞപ്പോ എയിലെയും ബിയിലെയും എല്ലാവരെയും എഴുതുമായിരുന്നു. എയിലെ എല്ലാ എലമെന്റുകളെയും എഴുതുമായിരുന്നു, ബിയിലെ എല്ലാ എലമെന്റുകളെയും എഴുതുമായിരുന്നു. അതായിരുന്നു യൂണിയൻ എന്ന് പറഞ്ഞത്. അതേസമയം ഇവിടെ പറയുന്നത് ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളവരെ മാത്രം എഴുതിയാൽ മതി. എയിലും ഉണ്ട് ബിയിലും ഉണ്ടെങ്കിൽ മാത്രം ഏതിൽ വന്നാൽ മതി? എ ഇന്റർസെക്ഷൻ ബിയിൽ വന്നാൽ മതി. എയിലും ബിയിലും ഉള്ളവരെ മാത്രം, രണ്ടിലും കോമൺ ആയിട്ടുള്ളവരെ മാത്രം എ ഇന്റർസെക്ഷൻ ബി വന്നാൽ മതി. ബോത്ത് എ ആൻഡ് ബി ആണ്. എയിലും ബിയിലും ഉണ്ടെങ്കിൽ മാത്രം എ ഇന്റർസെക്ഷൻ ബിയിൽ വന്നാൽ മതി. എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പൽ ഇതാണ്. നേരത്തെ നമ്മൾ യൂണിയൻ ഉപയോഗിച്ച സിമ്പല് തിരിച്ചിടുന്നതാണ് ഇന്റർസെക്ഷൻ ഉപയോഗിക്കുന്ന സിമ്പല്. The intersection of two sets A and B is the set of all those elements which belong to both A and B. എയിലും ബിയിലും ഉണ്ടാകണം. അതിന്റെ വെൻ ഡയഗ്രാം, അതിന്റെ എന്തെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ഇതാണ്. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി ആണ്. നേരത്തെ നമ്മൾ എ യൂണിയൻ ബിയുടെ സെറ്റ് ബിൽഡർ ഫോം എഴുതിയത് ഇങ്ങനെ ആയിരുന്നു. എ യൂണിയൻ ബി ഈക്വൽ ടു A union B equal to set X such that X belongs to A or X belongs to B ആയിരുന്നു A union B യുടെ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ എഴുതിയത് അല്ലേ. A ഇന്റർസെക്ഷൻ B യുടേതാകുമ്പോൾ A ഇന്റർസെക്ഷൻ B equal to set X such that X belongs to A and എക്സ് ബിലോങ്സ് ടു ബി ആണ് അല്ലെ. ആദ്യം എ യൂണിയൻ ബി ആകുമ്പോൾ ഇവിടെ ഓർ ആയിരുന്നു. ഒന്നുകിൽ എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉണ്ടായാൽ മതി. ഇവിടെ ആൻഡ് ആണ്. എയിലും ഉണ്ടാകണം ബിയിലും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിലാണ് എ ഇന്റർസെക്ഷൻ ബിയിലും ഉണ്ടാകുന്നത് അല്ലെ. നോക്കാം അടുത്തത്. എ ഈക്വൽ ടു സെറ്റ് 2 4 6 8, ബി ഈക്വൽ ടു സെറ്റ് 6 8 10 12 അല്ലെ. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. എഴുതാൻ നമുക്ക്. എ ഇന്റർസെക്ഷനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ഇങ്ങനെയാണ്. യൂണിയൻ ഉപയോഗിച്ച സിമ്പൽ തിരിച്ചിടുന്നതാണ്. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താ നമ്മൾ എഴുതുന്നത്? രണ്ടിലും കോമൺ ആയിട്ടുള്ളതല്ലേ എഴുതൂ. എയിൽ 2 ഉണ്ട് ബിയിൽ 2 ഇല്ല. എയിൽ 4 ഉണ്ട് ബിയിൽ 4 ഇല്ല.
എയിൽ 6 ഉണ്ട്, ബിയിലും ഉണ്ട് 6, അപ്പോൾ നമുക്ക് 6 എഴുതാം. എയിൽ 8 ഉണ്ട്, ബിയിലും ഉണ്ട് 8, അപ്പോൾ നമുക്ക് 8 എഴുതാം. അല്ലേ? വേറെ കോമൺ എലമെന്റുകളൊന്നും ഇല്ല. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും? സെറ്റ് 6, 8 എന്ന് കിട്ടും. ശരിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത അതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറയുന്നത്. ദ ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് വിച്ച് ബിലോങ് ടു ബോത്ത് എ ആൻഡ് ബി. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. അതിന്റെ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ പറഞ്ഞു. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി ആയിരിക്കും അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അല്ലെ, ഇനി അതിന്റെ ഈ ഒരു റീജിയൻ നേരത്തെ യൂണിയൻ ആയിരുന്നു. അപ്പൊ എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം എങ്ങനെ ആയിരുന്നു? എയും ബിയും ഉൾപ്പെടെ ഫുള്ള് ഷെയ്ഡ് ചെയ്തല്ലായിരുന്നോ? അതേസമയം രണ്ടിലും കോമൺ ആയിട്ടുള്ള ഭാഗമല്ലേ നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബിയിൽ ഷെയ്ഡ് ചെയ്യുന്നത്. അല്ലെ, ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്, യു ആണ്. ഇത് സർക്കുലർ ഷേപ്പിൽ എ ആണ്, ഇത് സർക്കുലർ ഷേപ്പിൽ ബി ആണ്. രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇതാണ്. ശരിയാണോ? ഓക്കെ. ഇനി രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോ അത് ഫൈ ആണെങ്കിൽ, അതായത് രണ്ട് സെറ്റുകളിൽ കോമൺ എലമെന്റുകൾ ഒന്നും ഇല്ലെങ്കിൽ, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ഫൈ. രണ്ട് സെറ്റുകളിൽ കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും ഇല്ലെങ്കിൽ അല്ലേ ഫൈ കിട്ടുന്നേ. ഉദാഹരണം, എ ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് 5 6 7 8. ഇതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എലമെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ലെ, 1 2 3 4 5 6 7 8 കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആയിരിക്കത്തില്ലേ കിട്ടുന്നത്? അല്ലെങ്കിൽ ബ്രാക്കറ്റ് മാത്രമല്ല നമ്മൾ വരയ്ക്കുന്ന സെറ്റിൽ എലമെന്റ് ഒന്നും ഇല്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആ സെറ്റുകളെ പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. അവർ തമ്മിൽ ജോയിന്റ് ഒന്നുമില്ല, ഡിസ്ജോയിന്റ് സെറ്റ്. അപ്പോൾ രണ്ട് സെറ്റുകൾക്ക് കോമൺ എലമെന്റ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് അതിന്റെ ഇന്റർസെക്ഷൻ ഫൈ ആണെങ്കിൽ ആ സെറ്റുകളെ പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. If A and B are two sets such that A intersection B equal to 5, then A and B are called disjoint sets. അപ്പോൾ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റുകളാണെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേരും തന്നെ ഇങ്ങനെ അകന്നായിരിക്കും നിൽക്കുന്നത്. അവർ കോമൺ ആയിട്ട് എലമെന്റുകളൊന്നും ഇല്ല. അടുത്തതിലോട്ട് പോകാം. പ്രോപ്പർട്ടീസ് ആണ്, വെൻ ഡയഗ്രത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. നേരത്തെ നമ്മൾ ഏതിന് പറഞ്ഞതുപോലെ തന്നെ യൂണിയന് പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രോപ്പർട്ടികളാണ് കൂടുതലും. എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതും ബി ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയും സെയിം ആയിരിക്കും. അസോസിയേറ്റീവ് ലോ എന്ന പേര്. ഫൈ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. അതുപോലെ യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ ആയിരിക്കും. അതിനെ പറയുന്ന പേര് ലോ ഓഫ് ഫൈയും ലോ ഓഫ് യു ആണ്. അടുത്തത് എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. എയുടെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്താൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതായിരിക്കും? എ തന്നെ ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചേക്കേണ്ട പ്രോപ്പർട്ടിയാണ്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിയുടെ പ്രത്യേകത. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ്. ഒന്നുകൂടെ പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും സെയിം ആണ്. അതിനെ പറയുന്ന പേര് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ്. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയും സെയിം ആണ്. അതിനെ പറയുന്ന പേര് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ്.
ഫൈ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ഫൈ തന്നെ ആയിരിക്കും, യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും അല്ലെ. ഫൈയും എയിലും കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫൈ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ഫൈ തന്നെ കിട്ടും. യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുമ്പോൾ എ യുവിന്റെ സബ്സെറ്റ് ആയതുകൊണ്ട് എയിലുള്ള എല്ലാ എലമെന്റുകളും തന്നെ ആയിരിക്കും രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ എ തന്നെ കിട്ടും. എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതാണ് ഇന്റർസെക്ഷന്റെ പ്രോപ്പർട്ടികൾ. ഈ പ്രോപ്പർട്ടികളെല്ലാം എഴുതി പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.